6 ലോക്സഭാ മണ്ഡലങ്ങൾ A+ മണ്ഡലങ്ങളായി കണക്ക് കൂട്ടി BJP 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുത്തു. പ്രചരണങ്ങൾക്കും വോട്ടെടുപ്പിനുമെല്ലാം അവസാനം വിജയപ്രതീക്ഷയുള്ളത് 2 ലോക്സഭാ മണ്ഡലങ്ങളായി. ഒന്ന് തിരുവനന്തപുരവും മറ്റൊന്ന് തൃശ്ശൂരും. തിരുവനന്തപുരത്ത് ത്രികോണ മത്സരമൊന്നുമില്ല എന്നാണ് BJPയുടെയും കോൺഗ്രസിൻ്റെയും കണക്കുകൂട്ടൽ. അവിടെ മത്സരം നടക്കുന്നത് ശശി തരൂരും രാജീവ് ചന്ദ്രശേഖർ എന്ന BJP സ്ഥാനാർത്ഥിയും തമ്മിലാണ്. എന്നാൽ ആര് വിജയിക്കും എന്ന കാര്യത്തിൽ ആർക്കും തികഞ്ഞ ഒരു ആത്മവിശ്വാസമില്ല. പറയുമ്പോൾ 1 ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷം നേടിയായിരുന്നു 2019 ശശി തരൂർ വിജയിച്ചു വന്നത്. 2009-ലും 14-ലും 19-ലും നിരന്തരമായി അടുപ്പിച്ച് MP ആയി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിൽക്കുന്ന ശശി തരൂർ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിയാകുമ്പോൾ നരേന്ദ്രമോദി അടക്കമുള്ള പല ആളുകളും തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാകുന്നു എന്ന വാർത്തകളെന്ന് പ്രചരിച്ചിരുന്നു. അത് ശശി തരൂർ മറുപടിയായി പറഞ്ഞത് സാക്ഷാൽ നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് തനിക്കെതിരായി മത്സരിച്ചാലും താൻ തന്നെ വിജയിക്കൂ എന്നായിരുന്നു. എന്നാൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1 ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ച ശശി തരൂരിന് ഇക്കുറി തിരുവനന്തപുരത്ത് കാര്യമായ രീതിയിലുള്ള ഒരു പ്രതിരോധം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4,16,131 വോട്ടുകളായിരുന്നു ശശി തരൂർ നേടിയത്. അതായത് 41.19% വോട്ടുകൾ, 7.10% വോട്ട് വർധനവ്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവും UDF തരംഗവുമൊക്കെ ശശി തരൂരിന് കാര്യമായ അനുകൂല തരംഗം തിരുവനന്തപുരത്ത് സൃഷ്ടിച്ചിരുന്നു. അതിൻ്റെ പിൻബലത്തിൽ തന്നെയാകാം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും താൻ തന്നെ വിജയിക്കുമെന്ന് ആദ്യഘട്ടം മുതലേ ശശി തരൂർ പറഞ്ഞത്. BJPയുടെ കുമ്മനം രാജശേഖരൻ അക്കുറി നേടിയത് 3,16,142 വോട്ടുകളാണ്. 31.30% എന്ന് സാരം. 1.02% വോട്ടിൻ്റെ കുറവാണ് BJPക്ക് അക്കുറി ഉണ്ടായത്. CPIയുടെ സി ദിവാകരൻ 2,58,556 വോട്ടുകൾ നേടി. 25.60%. 2.90% വോട്ട് കുറവുണ്ടായി. 99,989 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ശശി തരൂർ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷമായി നേടിയത്. അതായത് 9.89%, 8.12% വർധനവുണ്ടായി. സ്വാഭാവികമായും കോൺഗ്രസിന്റെ കണക്കുകൂട്ടലിൽ ഈ ഭൂരിപക്ഷം നേരിയ തോതിൽ കുറഞ്ഞാലോ കാര്യമായ രീതിയിൽ കുറഞ്ഞാലോ ശശി തരൂർ തന്നെയായിരിക്കും വിജയിക്കുക എന്ന് പറയുന്നു. എന്നാൽ കണക്കുകൾ അങ്ങനെയാണ്. ഇന്റലിജൻസ് ബ്യൂറോയുടെ കണക്കുകൾ പറയുന്നത് വ്യത്യസ്തമായ ഒരു കാര്യമാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 73.66% പോളിംഗ് ആയിരുന്നു തിരുവനന്തപുരത്ത് നടന്നത്. 2024 വന്നപ്പോൾ അത് 66.46% കുറഞ്ഞു. അതായത് 7.25% കുറവുണ്ടായെന്ന് സാരം. 1 ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ശശി തരൂരിന് പോളിംഗിലെ കുറവ് കാര്യമായ രീതിയിൽ ബാധിക്കും എന്ന് തന്നെയാണ് ഇന്റലിജൻസ് ബ്യൂറോ പറയുന്നത്. അട്ടിമറി നടക്കുവാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവിടുത്തെ പുതിയ വോട്ടർമാരാണ്. 63,472 കന്നി വോട്ടർമാർ വന്നു തിരുവനന്തപുരത്ത്. അതിൽ ഭൂരിഭാഗം വോട്ടുകളും ചേർത്തത് BJP ആണ്. 80% വോട്ടുകളും അതുകൊണ്ട് തന്നെ BJPക്ക് പോകുവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് പറയുന്നു. BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി കഴക്കൂട്ടത്ത് കന്നി വോട്ടർമാരെ ചേർത്തത് 13,143 പേരെയാണ്. നേമത്ത് 12,815 പേരെ, തിരുവനന്തപുരത്ത് 10,205 പേരെ, വട്ടിയൂർക്കാവിൽ 8,156, നേമത്ത് 5,795, പാറശാലയിൽ 4,722. അതായത് കന്നി വോട്ടർമാരിൽ 60% രാജീവ് ചന്ദ്രശേഖരനും 30% പന്ന്യൻ രവീന്ദ്രനും 10% തരൂരിനും പോകുമെന്ന് തന്നെ കണക്കുകൾ വ്യക്തമാക്കുന്നു. 9.5 ലക്ഷം പേർ വോട്ട് ചെയ്തതിൽ 1/2 ലക്ഷം പേരും പുതിയ വോട്ടർമാരാണ്. 2019 വലിയൊരു തരംഗത്തിന് പുറത്ത് 80% വോട്ടുകളും നേടിയത് ശശി തരൂരായിരുന്നു. അന്ന് BJPയോടുള്ള കടുത്ത ഒരു വിരോധം കേരളത്തിലെ ജനതയ്ക്കുണ്ടായിരുന്നു. എന്നാൽ 2024 കാര്യങ്ങൾ അങ്ങനെയല്ല. ഒരുപക്ഷെ 2014 തൊട്ടേ അല്ല എന്ന് പറയാം. 2014 നരേന്ദ്രമോദി ഇന്ത്യയുടെ അധികാരത്തിലേക്ക് എത്തിയപ്പോൾ BJP കേരളത്തിലും കാര്യമായ രീതിയിൽ കരുത്ത് ആർജിച്ചു വന്നു. പക്ഷേ പ്രകടമായില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് കാര്യമായ രീതിയിൽ വളർന്നു. 2021 ശക്തമായ പോരാട്ടം പാലക്കാട് അടക്കമുള്ള നിയോജക മണ്ഡലങ്ങളിൽ കോൺഗ്രസ് നടത്തേണ്ടി വന്നു BJPയുമായി. 2024 ഈ വരുന്ന തെരഞ്ഞെടുപ്പാണ് ഇനി എത്രമാത്രം BJP ശക്തിപ്പെട്ടുവെന്ന് അറിയിക്കുവാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. ഇന്റലിജൻസ് ബ്യൂറോ പറയുന്നത് കന്നി വോട്ടർമാരുടെ വോട്ടുകളെല്ലാം രാജീവ് ചന്ദ്രശേഖറിന് അനുകൂലമായി നിൽക്കും. 2019 80% വോട്ടുകളും നേടിയ ശശി തരൂരിന് ഇക്കുറി കാര്യമായ രീതിയിലുള്ള ഇടിവുണ്ടാകും. BJPക്ക് 11,000 വോട്ടുകൾ കുറയും. CPMനും 11,000 വോട്ടുകൾ കുറയും.
2019 4.16 ലക്ഷം തരൂരിന് ലഭിച്ചെങ്കിൽ 2020 88,000 വോട്ട് കുറവ് വരും. 10% മുതൽ 15% വരെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തരൂരിന് വോട്ട് ചെയ്തവർ ഇക്കുറി രാജീവ് ചന്ദ്രശേഖരന് വോട്ട് ചെയ്യും. 5 മുതൽ 10% വരെ തരൂരിന് വോട്ട് ചെയ്ത വോട്ടർമാർ ഇക്കുറി CPM വോട്ട് ചെയ്യും. 2,78,000 ആ കണക്ക് എത്തി നിൽക്കും. 2.79 മുതൽ 2.99% വരെ പന്യൻ പിടിക്കും. 56,000 വോട്ടുകളുടെ വർധനമുണ്ടാക്കി അദ്ദേഹം 2ാം സ്ഥാനത്ത് വരും. 2,98,000 മുതൽ 3,08,000 വരെ വോട്ടുകളാണ് കോൺഗ്രസ് ആകെ നേടുക. അതായത് ഏറ്റവും ഒടുവിൽ ഇന്റലിജൻസ് ബ്യൂറോ കണക്കുകൾ പുറത്തുവിടുന്നത് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ 1ാം സ്ഥാനത്തും പന്യൻ രവീന്ദ്രൻ 2ാം സ്ഥാനത്തും ശശി തരൂർ 3ാം സ്ഥാനത്തും പോകുമെന്നാണ്. എന്നിരുന്നാലും കണക്കുകൾ ഒന്നു പിഴച്ചാൽ കാര്യമായ രീതിയിലുള്ള മാറ്റമുണ്ടാകുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. സർവേ ഫലങ്ങളിലെല്ലാം ശശി തരൂർ തന്നെ വിജയിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. കോൺഗ്രസിന് തികഞ്ഞ ആത്മവിശ്വാസം ഇക്കുറിയുമുണ്ട്. ശശി തരൂർ തന്നെ വിജയിക്കുമെന്ന് തികഞ്ഞ ആത്മവിശ്വാസം. പന്യൻ രവീന്ദ്രന് കാര്യമായ രീതിയിലുള്ള വോട്ട് വർദ്ധിപ്പിക്കുവാൻ കഴിയുമെന്ന് LDFും വിശ്വസിക്കുന്നു. BJP ആകട്ടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് BJPയുടെ NDAയുടെ ഒരു സ്ഥാനാർത്ഥിയെ കടത്തിവിടുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണുള്ളത്. ഇന്റലിജൻസ് ബ്യൂറോ പറഞ്ഞത് ശരിയാണെങ്കിൽ വലിയ അട്ടിമറിയാണ് തിരുവനന്തപുരത്ത് നടക്കുവാൻ പോകുന്നത്. അല്ല, അവർക്കും തെറ്റിയെങ്കിൽ കൊടികുത്തി വാഴാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് തരൂർ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തൂ. തലസ്ഥാന നഗരിയുടെ തലവനാകാൻ പോകുന്നത് ഇനി ആരാണ്? തരൂരോ അല്ല രാജീവ് ചന്ദ്രശേഖരോ ഇനി ഒരുപക്ഷെ പന്യനോ?